നമ്മുടെ ദേവാലയത്തിലെ പ്രാർത്ഥനകൾ, തിരുക്കർമ്മങ്ങളൊക്കെ ഭക്തിസാന്ദ്രമാക്കുന്നതിനും ആളുകൾ കൂടുതൽ ഭംഗിയായി പങ്കെടുക്കുന്നതിനും വേണ്ടി നമ്മൾ ഒരുക്കുന്ന ഒരു സംവിധാനമാണ് ദേവാലയ സംഗീതം എന്ന് പറയുന്നത്. അതിനെ വിശുദ്ധ സംഗീതമെന്ന്, ആരാധനക്രമ സംഗീതമെന്നൊക്കെ നമ്മൾ വിളിക്കാറുണ്ട്. പക്ഷെ പലപ്പോഴും ഇത് സംബന്ധിച്ച് ധാരാളം പരാതികൾ വർഷങ്ങളായിട്ട് നമ്മൾ കേൾക്കാറുണ്ട്. ഇങ്ങനെയല്ല ദേവാലയത്തിൽ പാട്ട് പാടുന്നത്, നമുക്ക് പ്രാർത്ഥിക്കാൻ സാധിക്കുന്നില്ല, ബഹളമയമാണ് എന്നൊക്കെയുള്ള പരാതികൾ ധാരാളമായിട്ട് കേട്ടിട്ടുണ്ട്. അനേകം സംഗീതജ്ഞരെ സംബന്ധിച്ച് ഇടപെടലുകൾ നടത്തിയിട്ടുമുണ്ട്. ഞാൻ തന്നെ 1987 തോന്നുന്നു ആദ്യമായിട്ടൊരു ലേഖനം ഇത് സംബന്ധിച്ചിറങ്ങി. ജെറി അമൽദേവിനെ പോലുള്ള സംഗീതജ്ഞർ പല പ്രാവശ്യം ദേവാലയ സംഗീതത്തിൻ്റെ രീതികൾ ഇപ്പോൾ പല പള്ളികളിലും ചെയ്യുന്ന രീതിയല്ല, വ്യത്യസ്തമായ രീതിയിലാണ് ദേവാലയ സംഗീതം മുടി പിടിപ്പിക്കേണ്ടത് എന്നൊക്കെ പല പ്രാവശ്യം ഇടപെടലുകൾ നടത്തിയത് ഞാൻ ഓർക്കുന്നു. അപ്പോൾ എന്താണ് ഈ ദേവാലയ സംഗീതം എന്ന് പറയുന്നത്? എനിക്കൊന്ന് ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ദേവാലയത്തിലെ സംഗീതം അല്ലെങ്കിൽ വിശുദ്ധ സംഗീതവും സെക്യുലർ സംഗീതവും മതേതര സംഗീതവും തമ്മിൽ അടിസ്ഥാനപരമായ ചില വ്യത്യാസങ്ങളുണ്ട്. എനിക്കത് ആ വ്യത്യാസം മനസ്സിലാക്കാത്തതിൻ്റെ ഒത്തിരി ദോഷങ്ങൾ നമ്മുടെ ദേവാലയ സംഗീതത്തിൽ കണ്ടുവരുന്നുണ്ട്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഓട്ടംതുള്ളലിൻ്റെ പാട്ട് വെച്ചിട്ട് തിരുവാതിര കളിക്കാൻ സാധിക്കില്ല. തിരുവാതിരയ്ക്ക് തിരുവാതിരയുടേതായ ഒരു ശൈലിയുണ്ട്, ആലാപന രീതിയുണ്ട്, മ്യൂസിക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റ് ഗാന നൃത്ത രീതികൾക്കും. നാടോടി നൃത്തത്തിൻ്റെ സംഗീതം ഉപയോഗിച്ചിട്ട് നമുക്ക് മറ്റ് നൃത്തങ്ങൾ നടത്താനായിട്ട് സാധിക്കില്ല. അങ്ങനെ നൃത്തം നടത്തിയാൽ ആരും അപ്രീഷിയേറ്റ് ചെയ്യില്ല എന്ന് തന്നെയല്ല, നർത്തകർക്ക് അങ്ങനെ ചെയ്യാൻ സാധിക്കില്ല. ഇതുപോലെ തന്നെയാണ് ദേവാലയത്തിലെ സംഗീതം എന്ന് പറയുന്നത്. ഒരു പ്രത്യേക ജനുസാണ്, ഒരു പ്രത്യേക ആലാപന രീതിയാണ്. അതിൻ്റെ സവിശേഷതകളെ പറ്റി മറ്റെന്തെങ്കിലും ഒരു സന്ദർഭത്തിൽ ഞാൻ സൂചിപ്പിക്കുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് ദേവാലയ സംഗീതം അല്ലെങ്കിൽ വിശുദ്ധ സംഗീതവും സെക്യുലർ സംഗീതം അല്ലെങ്കിൽ മതേതര സംഗീതം തമ്മിൽ അടിസ്ഥാനപരമായിട്ടുള്ള വ്യത്യാസങ്ങളുണ്ട് എന്നുള്ള സത്യം തിരിച്ചറിയുക എന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ഈ ദേവാലയത്തിലെ വിശുദ്ധ സംഗീതവും ഭക്തിഗാനങ്ങൾ, നമുക്കറിയാം ധാരാളം ഭക്തിഗാനങ്ങൾ ലഭ്യമാണ് മലയാളത്തിലും മറ്റു ഭാഷകളിലും ഒക്കെ. ഈ ഭക്തിഗാനങ്ങളും ദേവാലയ സംഗീതം അല്ലെങ്കിൽ വിശുദ്ധ സംഗീതം തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള വലിയ സത്യം തിരിച്ചറിയുക എന്നത് പ്രധാനപ്പെട്ടതാണ്. അവിടെ ഈ രണ്ട് വ്യത്യാസങ്ങൾ, ഒന്ന് ദേവാലയ സംഗീതവും വിശുദ്ധ സംഗീതം അല്ലെങ്കിൽ ആരാധനക്രമ സംഗീതവും സെക്യുലർ സംഗീതം തമ്മിൽ വ്യത്യാസമുണ്ട്, ഭക്തിഗാനങ്ങളും ദേവാലയ സംഗീതം തമ്മിൽ വ്യത്യാസമുണ്ട്. അപ്പോൾ എന്താണ് ദേവാലയ സംഗീതത്തിൻ്റെ സവിശേഷത എന്നുള്ളത് തിരിച്ചറിയുക എന്നുള്ളതാണ് ആവശ്യമായിരിക്കുന്നത്. പണ്ടൊക്കെ നമ്മുടെ ദേവാലയങ്ങളിൽ പാട്ട് പാടുമ്പോൾ ഒരേ ശബ്ദം പുറപ്പെടുവിക്കുന്ന ഉപകരണങ്ങൾ മാത്രമാണ് പ്രയോജനപ്പെടുത്തിയിരുന്നത്. ഉദാഹരണത്തിന് ഹാർമോണിയത്തിന് സ്വരം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുമെന്നല്ലാതെ വ്യത്യസ്ത ശബ്ദങ്ങൾ പുറപ്പെടുവിക്കാൻ സാധിക്കില്ല. അല്ലെങ്കിൽ വയലിന് ഒരേ ശബ്ദം മാത്രം പുറപ്പെടുവിക്കാൻ സാധിക്കുകയുള്ളൂ, സ്വരം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. വ്യത്യസ്തമായ രീതികൾ ഉപയോഗിക്കാൻ സാധിക്കും, പക്ഷേ അതിൻ്റെ സ്വരത്തിന് വ്യത്യാസം വരുത്താനായിട്ട് സാധിക്കില്ല. പിന്നീട് ഈ ഓർഗൻ ഉപയോഗിച്ചുകൊണ്ട് ആളുകൾ പാടുമായിരുന്നു, അവിടെയും വലിയ വ്യത്യാസം വരില്ലായിരുന്നു. കീബോർഡ് വന്നപ്പോഴാണ് നമ്മുടെ പള്ളികളിലെല്ലാം പ്രശ്നങ്ങളുണ്ടായത്. കാരണം കീബോർഡ് ഉപയോഗിക്കുമ്പോൾ പലതരം കീകളുണ്ട്. സെക്യുലർ സംഗീതത്തിനുള്ള കീ അതിനകത്ത് ലഭ്യമാണ്, ദേവാലയ സംഗീതത്തിനുള്ളത്, തിരുവാതിരയ്ക്കുള്ളത്, ചെണ്ടമേളത്തിനുള്ളത്, എല്ലാ കീകളും ഈ ബോർഡിൽ ലഭ്യമാണ്. അപ്പോൾ ദേവാലയ സംഗീതത്തിൻ്റെ കീ എന്തെന്നുള്ള വ്യത്യസ്തത തിരിച്ചറിയുന്നില്ല എങ്കിൽ എല്ലാത്തരം കീകളും ഉപയോഗിക്കാനായിട്ട് കാരണമായിട്ട് തീരും. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നമ്മുടെ ദേവാലയങ്ങളിലെ ദേവാലയ സംഗീതം ഭംഗിയാക്കണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യാനുള്ളത് ഏത് തരം സംഗീതമാണ് ദേവാലയത്തിൽ ഉപയോഗിക്കേണ്ടത്, ഏത് ടൈപ്പ് മ്യൂസിക്കാണ് ഉപയോഗിക്കേണ്ടത്, ഏത് ആലാപന രീതിയാണ് ഉപയോഗിക്കേണ്ടത്, ഏത് തരത്തിലുള്ള ഭാഷാ ശൈലിയാണ് ഉപയോഗിക്കേണ്ടത് എന്നിത്യാദി കാര്യങ്ങളെ സംബന്ധിച്ച് കൃത്യമായൊരു ധാരണ ദേവാലയത്തിലെ വാദ്യോപകരണങ്ങൾ ഉപയോഗിക്കുന്നവർക്കും ഗീതങ്ങൾ ആലപിക്കുന്നവർക്കും ലഭ്യമാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് എനിക്ക് തോന്നുന്നു. ആ ഒരു കാര്യം ശരിയായി കഴിഞ്ഞാൽ ബാക്കി കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഭംഗിയാക്കാനായിട്ട് സാധിക്കും. അതിനുള്ള ചില സൂചനകൾ മറ്റു ചില എപ്പിസോഡുകളിൽ തരാമെന്ന് ഞാൻ വിചാരിക്കുകയാണ്. അതുകൊണ്ട് ഞാനിവിടെ ഇത് പറഞ്ഞിട്ട് അവസാനിപ്പിക്കുക. രണ്ട് വ്യത്യാസങ്ങൾ തിരിച്ചറിയുക: ദേവാലയ സംഗീതവും സെക്യുലർ സംഗീതവും, ഭക്തിഗാനങ്ങളും തിരുക്കർമ്മഗീതങ്ങളും. ഈ രണ്ട് വ്യത്യാസങ്ങൾ തിരിച്ചറിയാൻ സാധിച്ചാൽ നമ്മുടെ പള്ളിയിലെ തിരുക്കർമ്മങ്ങളുടെ ആലാപന രീതികളിൽ വലിയ വ്യത്യാസം വരുത്താനും അവിടെ തൃപ്തികരമായ രീതിയിൽ ഭക്തിസാന്ദ്രമായ രീതിയിൽ
നമ്മുടെ മനസ്സുകളെ ദൈവത്തിലേക്ക് ഉയർത്തുന്ന രീതിയിൽ അത് ആലപിക്കപ്പെടാൻ ഇടവരികയും ചെയ്യും എന്നാണ് എൻ്റെ പ്രത്യാശ.